ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ സ്വന്തം വീടിൻ്റെ ഫ്രണ്ടിലാട്ടോ. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ ഈ വീട്ടിലാണ് ഞാനൊക്കെ ജനിച്ച് വളർന്നത്. ഞങ്ങൾ 7 മക്കളും ഉമ്മയും ഉപ്പയും ഒക്കെ ജീവിച്ചിരുന്ന വീടാട്ടോ. ഇതിൻ്റെ പരിസരം ഫുൾ കാടായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇനി അകവശമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആൾത്താമസം ഇല്ലാതെ എല്ലാം വിചിറമ്പിച്ചില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് ഒരു കുഞ്ഞു സിറ്റ് ഔട്ട്, ചേറ്റുവടിയൊക്കെ വെച്ചിട്ടൊരു കുഞ്ഞു സിറ്റ് ഔട്ട്. അതിൻ്റെ ഇപ്പുറത്തോട്ടൊരു കുഞ്ഞു റൂം. ഇവിടെ ഒന്നും വെട്ടമില്ല കേട്ടോ, വീട് അടച്ചിട്ടിരിക്കുകയായതുകൊണ്ട് ലൈറ്റ് ഇല്ല. ഈ വീട്ടിൽ ആരും താമസമില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഉപ്പയും ഉമ്മയൊക്കെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. താഴെ റോഡ് സൈഡിൽ. നമ്മുടെ ഈ വീട്ടിലോട്ട് വഴിയില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കണ്ട റൂമിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും അടച്ചിട്ടിട്ട് ഈ വീട് വാടകയ്ക്ക് കൊടുക്കലായിരുന്നു കേട്ടോ, ഈ റബ്ബർ വെട്ടുകാർക്കൊക്കെ. അപ്പോൾ ഇപ്പോൾ അതും ഇല്ല. ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഹോള്. ഒരു കുഞ്ഞു ഹോളായിരുന്നു. ഇവിടെ ഈ മൂലയിലായിട്ട് ഇങ്ങനെ TV വെക്കുമായിരുന്നു. ഒരു കുഞ്ഞു ഹാളെന്നൊന്നും പറയാൻ പറ്റില്ല. അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ തായ്യര തമ്പര എന്നൊക്കെയല്ലേ പറയാം. ഇപ്പോൾ നമ്മൾ വന്ന് നോക്കിയ സമയത്ത് ഡോറൊക്കെ ഇങ്ങനെ ചെതലെടുത്ത് പോകുന്നുണ്ട് കേട്ടോ. കൊറോണ സമയം വരെയൊക്കെ നമ്മുടെ ഈ വീട്ടിൽ താമസം ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഉപ്പാക്ക് കൊറോണ വന്നു. പിന്നെ ഉപ്പാക്ക് നടക്കാനൊന്നും പറ്റാതെയായി. ഇങ്ങനെ വിറയിലൊക്കെ ആയിരുന്നു, പിടിച്ചൊക്കെ ആയിരുന്നു നടക്കുന്നത്. അതും വീടിനകത്ത് മാത്രമേ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഉപ്പാൻ്റെ കൃഷിപ്പണിയൊന്നും ചെയ്യാൻ പറ്റാതായി. അങ്ങനെ ഉപ്പാക്ക് ഈ വഴിയില്ലാത്ത സ്ഥലത്തൂടെ ഒന്നും മല കയറി വരാൻ പറ്റാതായി. അങ്ങനെയാണ് അവർ താഴോട്ട് ഇറങ്ങിയത്. ആദ്യ സമയത്തൊന്നും വാടകയ്ക്കല്ല പോയത്. വലിയ ഇത്താടെ വീട്ടിൽ ഉപ്പാനെ കൊണ്ടാക്കിയേക്കുമായിരുന്നു. പിന്നെ ഉപ്പയും ഇവിടുന്ന് പോയപ്പോൾ പിന്നെ ഇവിടെ ആണുങ്ങളില്ലാതെ ഉമ്മയും ഇത്തയും മാത്രമായി, ചെറിയ ഇത്തയും. അപ്പോൾ പിന്നെ അവരും ഇവിടുന്ന് മാറുമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് വാടകയ്ക്ക് പോയത്. ഇതായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞു ഡൈനിങ് ഹാൾ കേട്ടോ. ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ട് ചെയറും ഒക്കെ ഇടും. പക്ഷേ ഇവിടെ നിന്നൊന്നും ആരും ഭക്ഷണം കഴിക്കത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും അടുക്കളയിൽ പോയി ഇരിക്കണമായിരുന്നു. അടുക്കളയുടെ അവിടെ ചെറിയ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ തിണ്ടെന്നൊക്കെ പറയും, അവിടെ പോയി ഇരുന്ന് കഴിച്ചാലേ എല്ലാവർക്കും ഇറങ്ങത്തുള്ളൂ. പിന്നെ നമ്മുടെ ഹാളിൻ്റെ ഇപ്പുറത്ത്, ഡൈനിങ് ഹാളിൻ്റെ ഇപ്പുറത്തായിട്ട് ഇതുപോലൊരു കുഞ്ഞു റൂം ഉണ്ടായിരുന്നു. ഇതായിരുന്നു ഉപ്പാൻ്റെ നിസ്കാര മുറിയൊക്കെ. ഇവിടെയൊന്നും ചുമരൊന്നും തേച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഈ വീട് മൊത്തത്തിൽ പണിതതും ഒക്കെ ഉപ്പ തന്നെയാണ്. എന്താ പറയുക, തറ കെട്ടിയതും ചുമര് വെച്ചതും പ്ലാസ്റ്ററിങ് ചെയ്തെടുത്തൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്തതും എല്ലാം ഉപ്പാൻ്റെ ഇത് തന്നെയാണ്. ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൻ്റെ അവിടെയുള്ള 2 റൂമും സിറ്റ് ഔട്ടും മാത്രമാണ് നമ്മൾ പണിക്കാരെ വെച്ച് ശരിയാക്കിച്ചിട്ടുള്ളത്. പിന്നെ ഈ വീടിൻ്റെ പുറകിലൊരു കഥയുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വീട് ഉപ്പാൻ്റെയൊക്കെ സ്വത്ത് ഭാഗം വെച്ച സമയത്ത് 2ആയിട്ട് മുറിച്ച് ഓഹരി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീടാട്ടോ. ഇവിടെ ഒരു വീടുണ്ടായിരുന്നിട്ടും ഉപ്പാൻ്റെ സഹോദരങ്ങളൊക്കെ കൂടിയിട്ട് ഈ വീടിനെ നടുക്ക് കഷ്ണം വെട്ടിയിട്ട് ഒരു ഭാഗം എളാപ്പാൻ്റെ ഭാഗത്തും ഒരു ഭാഗം ഉപ്പാക്കുമായിട്ടാണ് ഓഹരി വെച്ചത്. ഇതായിരുന്നു കേട്ടോ നമ്മുടെ അടുക്കള. പിന്നെ മരുമക്കളൊക്കെ വരുന്നതിനനുസരിച്ച് വീട്ടിലെ അംഗസംഖ്യ കൂടുമല്ലേ. അപ്പോൾ തീരെ സൗകര്യം ഇല്ലാതായി പോയപ്പോഴത്തേക്ക് ഈ ഇവിടുത്തെ അടുപ്പൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ ഒരു റാക്ക് പോലെ അവിടെ നിലനിർത്തി, എന്നിട്ട് പുറത്തോട്ട് ഒരു അടുക്കള ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ജനലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, പണ്ടത്തെ ജാളി പോലത്തെ ജനലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം അന്ന് 7 മക്കള്, ഉപ്പാക്ക് കൂലിപ്പണി, അങ്ങനെ കഷ്ടപ്പെട്ട് ഉപ്പ ഓരോന്നായിട്ട് ഉണ്ടാക്കിയ വീടാട്ടോ ഇത്. ഈ അടുക്കളയുടെ ഇപ്പുറത്തായിട്ട് വേണമെങ്കിൽ സ്റ്റോർ റൂം എന്ന് പറയാം. പക്ഷെ ഞങ്ങളിത് ബെഡ്റൂം ആയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം അംഗസംഖ്യ കൂടുതലാണല്ലോ. ഇപ്പോൾ വീട് വവ്വാലുകൾ കൈവശം വെച്ചിരിക്കുക കേട്ടോ. എല്ലാ റൂമിലും കയറി ചെല്ലുമ്പോൾ അവിടെയൊക്കെ വവ്വാലുകളാണ്. ഒരുപാട് പട്ടിണിയും പരിവട്ടങ്ങളും ഒക്കെ രുചിച്ചറിഞ്ഞിട്ടുള്ള ഒരു വീടാട്ടോ ഇത്. പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഞങ്ങളെല്ലാവരും കുഞ്ഞു കുട്ടികളല്ലേ, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഉപ്പ വൈകുന്നേരം കൊണ്ടുവരുന്ന ചെറിയൊരു ബിസ്ക്കറ്റ് പൊതിയാണെങ്കിലും, ഈ ചെറിയ വട്ടത്തിലുള്ള 5 പൈസ വട്ടത്തിലൊക്കെയുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അന്ന് അങ്ങനെയായിരുന്നു. ഉപ്പ ഇങ്ങനെ ഈ പേപ്പറിൽ തൂക്കം വാങ്ങിയിട്ട് കൊണ്ടുവരും. ആ കൊണ്ടുവരുന്നതിന് തന്നെ നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും മക്കൾ, അതിനിടയ്ക്ക് ഉപ്പ കൊണ്ടുവരുന്ന ആ കുഞ്ഞു ബിസ്ക്കറ്റ് പൊതി, അതിലൊക്കെ അന്ന് ഒരുപാട് സന്തോഷം കണ്ടെത്താൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീട്ടിലോട്ട് ഇപ്പോൾ കയറി വന്നപ്പോൾ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കയറി വന്നപ്പം അതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വീട് പകുതിക്കിട്ട് ഓഹരി വെച്ചതായിരുന്നു. പകുതി എളാപ്പാക്കും പകുതി ഉപ്പാക്കുമായിട്ട് വിഭജിച്ചു കേട്ടോ ഞങ്ങളുടെ വീടിനെ. അന്ന് ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. ഒന്നുകൊണ്ടും നമുക്ക്
എന്തെങ്കിലും ചെയ്ത് എവിടെയെങ്കിലും പോയി വീടെടുക്കാന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലത്ത് അങ്ങനെയാണ് ഇപ്പാൻ്റെ ബാക്കിക്കാർ ചെയ്തത്. എന്നിട്ട് പിന്നെ ഇവിടെ ഉള്ള സ്ഥലം ഉപ്പ എളാപ്പാൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു, വീട് മുഴുവനോടെ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് താഴെ റോഡ് സൈഡിൽ ഒരു 2 സെന്റ് സ്ഥലം എങ്ങാണ്ട് ഉപ്പാക്ക് ഓഹരി കിട്ടിയത് എളാപ്പാക്ക് കൊടുത്തിട്ട് ഈ സ്ഥലം മേടിക്കുമായിരുന്നു നമ്മുടെ വീട് നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വീട് മൊത്തം ചെതലടിക്കാൻ തുടങ്ങിയിട്ടാ. വീടിനെ കണ്ടില്ലേ, ഇക്കാൻ്റെ തലയൊക്കെ ഇങ്ങനെ ഇടിക്കുവേ, കാണാതെ ഇങ്ങനെ നടക്കുമല്ലേ, അപ്പോൾ ഒരു ഇടി കിട്ടിയിട്ട് നിൽക്കുവാണത്. വാതിലുകളൊക്കെ പൊക്കമില്ലാത്ത വാതിലുകളായതുകൊണ്ടേ. പിന്നെ അതേ ഞാൻ കാണിച്ചു തന്ന അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങും കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇനി നമ്മുടെ പിന്നെ ഉണ്ടാക്കിയ അടുപ്പൊക്കെ ഇവിടെ ഇങ്ങനെ നമ്മൾ കുപ്പി സാധനങ്ങളൊക്കെ വെക്കും. ഇതായിരുന്നു നമ്മുടെ അടുപ്പൊക്കെ പുകയില്ലാത്ത അടുപ്പൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നശിച്ചു പോയി, കുറേ വാടകയ്ക്ക് കൊടുത്തു ഇങ്ങനെ. പിന്നെ ഇവിടെ നമ്മുടെ സിങ്ക്, പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ്, അങ്ങനെ എല്ലാം കൂടെ ഒഴിവാക്കിയിട്ടിട്ട് പോയി. ഈ വീട്ടിൽ താമസിച്ചിടത്തോളം കാലം എപ്പോഴും നമ്മൾ പാമ്പിനെ കാണുമായിരുന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, പുറത്ത് മാത്രമല്ല റൂമുകളിലും ഒക്കെ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിരിച്ചാണ് കിടക്കുന്നത്. എല്ലാവർക്കും കട്ടിലൊന്നും ഇല്ലല്ലോ, 7 മക്കളുണ്ട്, ആകെ 5 റൂമും ഉണ്ട്. അങ്ങനെ തറയിൽ വിരിച്ചൊക്കെ കിടക്കുന്ന സമയത്ത് പേടിയായിരുന്നേ. എപ്പോഴും അവിടെ നിന്നൊക്കെ ഇങ്ങനെ പാമ്പിനെ കാണും. അന്ന് പിന്നെ ഉപ്പ ഉള്ളതുകൊണ്ട് ഉപ്പ ഇതിനെ കണ്ട തല്ലിക്കൊല്ലും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷം മുമ്പ് ഉപ്പാനെ തന്നെ ഇവിടുന്ന് പെരുമ്പാമ്പും കടിച്ചു. ഈ സ്റ്റെപ്പിലിരുന്ന് ഇവിടുത്തെ എല്ലാവരുടെയും ചായ കുടിച്ചല്ലോ. ഡൈനിങ് ഹാളൊക്കെ ഇവിടെ വെറുതെ. വീടൊക്കെ പറ്റ വിജൃംഭിച്ചു കേട്ടോ. ഇവിടെയൊക്കെ ഓടൊക്കെ വീണു, മൊത്തം ആൾതാമസം ഇല്ലാതായി പോയപ്പോൾ. ഇവിടെ ആൾതാമസം ഇല്ലാതായത് ഉപ്പാക്ക് കയറാൻ വയ്യാതെ ഈ വഴിയില്ല കേട്ടോ അങ്ങോട്ട്. കണ്ടോ, ഇങ്ങനെ നമ്മൾ കയറി പോന്നപ്പോൾ കാണിച്ച വഴിയില്ലേ, ആ വഴിയാണ് ഇങ്ങോട്ടുള്ളത്. റോഡൊന്നും ഇല്ല. അങ്ങനെ ഇവിടുന്ന് താമസം മാറിപ്പോയതാട്ടോ. ഇപ്പൊക്കെ വാടകക്കാണ്, ഒന്നും വീടൊന്നും അല്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇത് അടച്ചിട്ടു. ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞെല്ലാം പോയി. ഞാൻ തന്നെ 4 വർഷമായിട്ട് അങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ അങ്ങനെ പഴയ കുറേ ഓർമ്മകളുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ അതേ വവ്വാലുകൾ കീഴടക്കി. കണ്ട വവ്വാല്, കാണിച്ചു. കണ്ട വവ്വാലാണ് തൂങ്ങിക്കിടക്കുന്നത്. അപ്പം അവരുടെ വാസസ്ഥലമായി. ഞങ്ങളൊക്കെ ഒഴിഞ്ഞു പോയി, ഓല് കിടക്കാൻ തുടങ്ങി. കണ്ട വവ്വാലുകൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.